പൈപ്പിങ്ങും ബോർഡർ ഡിസൈനും എല്ലാം ഒരുമിച്ച് വരുന്ന നല്ലൊരു സ്ലീവ് ഡിസൈനാണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. സ്ലീവ് കട്ട് ചെയ്യുന്നത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല, ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക. ഇതിന് നമുക്ക് ഇതിവിടെ ഞാനൊരു 2.5 ഇഞ്ച് വീതിയിൽ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിൻ്റെ അതായത് കൈവണ്ണത്തിൻ്റെ അളവിന് വേണ്ടിയിട്ടുള്ള അത്രയും എടുത്താൽ മതിയാവും. ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യമേ തന്നെ അതേ 2 കളറിലെ ക്ലോത്തും അതായത് സ്ലീവിൻ്റെ ഞാൻ ബോർഡർ വെക്കുന്ന അതിൻ്റെ 2 കളർ ക്ലോത്തിൻ്റെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിടുക. സ്ക്വയറിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അവരവർക്ക് വേണ്ടുന്ന ഓരോരുത്തർക്കും ഓരോ ഡിസൈന് വലുപ്പം വ്യത്യാസമായിരിക്കും ആവശ്യമുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എത്രത്തോളം വലുപ്പമുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കുക. സ്ക്വയറായിട്ട് വേണം കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇതേപോലെ കോണോട് മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കിയെടുക്കുക, അതായത് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കുക. ഇങ്ങനെ 2 പീസ് ക്ലോത്ത് ഇതേപോലെ തന്നെ മടക്കിയെടുത്ത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചാണ് നമ്മളിതിനകത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ക്ലോത്തിനെ ആദ്യമേ 2ആയിട്ട് അങ്ങ് മടക്കിയിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത്. നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരേ അളവിൽ നമുക്ക് എളുപ്പത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന, അതായത് സ്ലീവിൻ്റെ ക്ലോത്ത് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത്. ഇനി നമുക്ക് സെൻറ്റർ വെച്ച് ആ ക്ലോത്തിൻ്റെ ആ പട്ട അടിച്ചിരിക്കുന്ന അതിൻ്റെ സെൻറ്റർ നമ്മൾ കണക്കാക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പേ കൈവണ്ണ എനിക്കിവിടെ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഈ ക്ലോത്ത് അളന്ന് നോക്കുമ്പോൾ ഒരു 8 ഇഞ്ചൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കത് വേണ്ട, 6 ഇഞ്ച് മതി. അതുകൊണ്ട് 6 ഇഞ്ച് കൈവണ്ണ 6 ഇഞ്ചാണ്. അന്നേരം 6 ഇഞ്ച് വെച്ച് ഞാൻ അടയാളപ്പെടുത്തി, എന്നിട്ട് അതിൻ്റെ സെൻറ്ററും കൂടെ ഞാൻ ഇതിനകത്തുനിന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ആ സെൻറ്ററും 2 എൻഡിലുള്ള പോയിൻറ്റും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനകത്ത് ചെയ്യാൻ. അതായത് ആദ്യ എൻഡ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേപോലെ ക്ലോത്ത് ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കി എടുത്തിട്ട് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വെച്ച് കെട്ടിയിട്ട് തന്നെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് വെച്ചതിന് ശേഷം അടുത്ത ക്ലോത്ത് എടുത്ത് ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയിട്ട് 2 കളർ പീസും ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിലെടുത്ത് മടക്കി ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് ആദ്യമേ നമ്മൾ വെച്ച ഡിസൈന് മുകളിലോട്ടാണ് അടുത്ത ഡിസൈൻ വെക്കുന്നത്. ഇതേപോലെ മുകളിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് എത്രത്തോളം വേണം, നമ്മുടെ കൈവണ്ണം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അവിടം വരെ നമ്മൾ ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് സ്ലീവ് വെട്ടി വെച്ചിരുന്ന ക്ലോത്ത് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചീത്തവശമാണ് കേട്ടോ, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചീത്തവശമാണ്. നമുക്ക് ആദ്യമേ തന്നെ അതിന് എക്സസ്സായിട്ട് കിടക്കുന്ന കുറച്ച് ക്ലോത്തൊക്കെ നമുക്ക് വെട്ടി കളഞ്ഞ് നീറ്റാക്കി എടുക്കാം. നമ്മൾ ഡിസൈൻ സ്റ്റിച്ച് ചെയ്തപ്പം വന്ന എക്സസ്സായിട്ട് ക്ലോത്താണ് ഞാൻ ഇതിനകത്ത് വെട്ടിക്കളയുന്നത്. ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക, നമുക്ക് ഫുള്ള് കിട്ടുമെന്ന് നോക്കുക. ക്ലോത്തിൻ്റെ ചീത്ത വശവും ആ ഡിസൈൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. മൊത്തത്തിൽ ആ പട്ടയിൽ മൊത്തത്തിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സെൻറ്റർ നോക്കണമെന്നില്ല. പക്ഷെ ഞാൻ ഇതിനകത്ത് കറക്റ്റ് അളവ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തി തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ടിതിനെ നമ്മൾ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്.
നല്ല വശത്തോട്ട് സ്ലീവിന് വെട്ടിയിരിക്കുന്ന ക്ലോത്തിൻ്റെ നല്ല വശത്തോട്ട് നമ്മൾ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പൈപ്പിംഗ് പോലെ നമുക്കവിടെ കിട്ടും. പ്രത്യേകിച്ച് നമുക്ക് പൈപ്പിംഗ് ഒന്നും വെക്കണ്ട. അവിടെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു പൈപ്പിംഗ് പോലെ സ്ലീവ് ക്ലോത്തിൻ്റെ കളറിലൊരു പൈപ്പിംഗ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത് നമുക്ക് പതിച്ചെടുത്താൽ മാത്രം മതിയാകും. നല്ല ഫിനിഷോട് കൂടി തന്നെ ആ പൈപ്പിംഗ് നമുക്ക് കിട്ടുന്നത്. നല്ല രീതിയിലായിരിക്കും ആ പൈപ്പിംഗ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പൈപ്പിംഗാണിത്. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ വശം അതേപോലെ തന്നെ നമുക്ക് പതിച്ചടിക്കാം. ഇനി നമുക്ക് ഒരു ഗ്ലൂ വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതേപോലെ ഗ്ലൂ ഒന്ന് ചെയ്തിട്ട് അതിനകത്ത് ചെറിയ സ്റ്റോണാണ്, ഞാൻ വൈറ്റ് സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സ്റ്റോണാണ് കേട്ടോ. അന്നേരം കൂടുതൽ വേണമെങ്കിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ സ്ലീവ് നല്ല എത്രത്തോളം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ഭംഗി കൂടും കേട്ടോ. സിമ്പിളായിട്ട് തച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ലീവ് ഡിസൈനാണ്. ഇതേപോലെ ചെറിയ സ്റ്റോൺ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. നീറ്റായിട്ട് ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്ലീവ് ഡിസൈനാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.